ഒടുവിൽ സെലിബ്രിറ്റി ദമ്പതികളായ ജീവ ജോസഫും അപർണ തോമസും വേർപിരിയുന്നു. കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് ഇരുവരും വൈകാരികമായ കുറിപ്പുകളിലൂടെ വേർപിരിയൽ വാർത്ത സ്ഥിരീകരിച്ചെത്തിയിരിക്കുകയാണ്. അപർണയുടെ 32ാം പിറന്നാൾ ദിനത്തിൽ പങ്കുവച്ച കുറിപ്പും അതിനു താഴെ വിവാഹ വാർഷികത്തെക്കുറിച്ചുള്ള ആരാധകന്റെ ചോദ്യത്തിന് അപർണ നൽകിയ "അതൊക്കെ പണ്ട്" എന്ന മറുപടിയും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് 11 വർഷം നീണ്ട ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുകയാണെന്ന് വ്യക്തമാക്കി ആദ്യം ജീവ തന്നെ രംഗത്തെത്തിയത്. 2015 ഓഗസ്റ്റ് 24-നായിരുന്നു ഇവരുടെ വിവാഹം. മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലുമൊക്കെയായി സാന്നിധ്യം അറിയിച്ചവരാണ് സെലിബ്രിറ്റി കപ്പിൾസായ ജീവയും അപർണയും. ക്യാബിൻ ക്രൂ ജോലി നിർത്തി നാട്ടിലെത്തിയ അപർണ യൂട്യൂബും പ്രൊമോഷനും മോഡലിംഗും എല്ലാമായി സജീവമാണ്. മലയാള ടെലിവിഷനിൽ നിരവധി ആരാധകരുള്ള ഒരു അവതാരകനാണ് ജീവ. ചെറുതും വലുതുമായ വേഷങ്ങൾ ചെയ്ത് സിനിമയിലും ജീവ സജീവമാണ്. ഇവർ വിവാഹിതരാകുമ്പോൾ ജീവയ്ക്ക് 25ഉം അപർണയ്ക്ക് 22 വയസ്സുമായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇത് പങ്കുവയ്ക്കുക എന്നത് എന്നെ സംബന്ധിച്ച് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. എങ്കിലും നിങ്ങളോട് നേരിട്ട് തന്നെ പറയണമെന്ന് എനിക്ക് തോന്നി. കാരണം എന്റെ കരിയറിലും സന്തോഷങ്ങളിലും വിഷമഘട്ടങ്ങളിലുമെല്ലാം ഈ യാത്രയിലുടനീളം നിങ്ങളിൽ പലരും എന്റെ കൂടെയുണ്ടായിരുന്നു. ഒരു ദമ്പതികൾ എന്ന നിലയിൽ നിങ്ങളിൽ പലരും ഞങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ ഇനി മുതൽ അത് ഞങ്ങളല്ല, ജീവ എന്നും അപർണ എന്നും മാത്രമാണെന്ന് ജീവ കുറിക്കുന്നു. 11 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം ഞങ്ങൾ വേർപിരിയുകയാണ്. എവിടെയോ എന്തോ തെറ്റിപ്പോയി. ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന സത്യം ഞങ്ങൾ തിരിച്ചറിയും. അതുകൊണ്ട് തന്നെ ഇരുവർക്കും വ്യത്യസ്ത വഴികളിലൂടെ മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഇതിന് പിന്നിലെ കാരണം പൂർണ്ണമായും വ്യക്തിപരമാണ്. ഞങ്ങളിതിനെ എത്രത്തോളം പക്വതയോടെയാണോ സമീപിച്ചത്, അതുപോലെ നിങ്ങളും ഇതിനെ ഉൾക്കൊള്ളുമെന്ന് കരുതുന്നു. ഇത് വളരെ വ്യക്തിപരമായ ഒരു തീരുമാനമാണ്. ഈ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണമെന്നും കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നും അപേക്ഷിക്കുന്നു. പറയാറുള്ളത് പോലെ സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണ്. ഞാൻ അതിൽ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദിയെന്നും ജീവ കുറിച്ചു. ജീവ പങ്കുവച്ച കുറിപ്പിന് പിന്നാലെ അപർണയും നിലപാട് വ്യക്തമാക്കിയെത്തി. ഇതോടെ ഈ ഒരു അധ്യായം അവസാനിക്കുകയാണ് എന്ന തലക്കെട്ടോടെയാണ് അപർണയുടെ കുറിപ്പ് തുടങ്ങുന്നത്. നിങ്ങളിൽ പലരും എന്നിൽ നിന്ന് കാര്യങ്ങൾ അറിയാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് അറിയാമെന്നും അതുകൊണ്ടാണ് നേരിട്ട് സംസാരിക്കാൻ എത്തിയത്. നിങ്ങളിൽ പലരും എന്നിൽ നിന്ന് കാര്യങ്ങൾ അറിയാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത്. അതെ, ഈ വിവാഹബന്ധം അവസാനിച്ചിരിക്കുകയാണ്. സത്യത്തിൽ എനിക്കിത് തുടരാൻ താല്പര്യമുണ്ടായിരുന്നില്ല. ഇത് രണ്ടുപേർക്കും എളുപ്പമുള്ള ഒരു തീരുമാനമായിരുന്നില്ല എന്ന് എനിക്കറിയാം. എന്നാൽ എനിക്ക് വേണ്ടി എടുക്കേണ്ടി വന്ന ഒരു തീരുമാനമായിരുന്നു ഇത്, അപർണ പറയുന്നു. ഇന്ന് പൂർണ്ണ മനസ്സോടെ എനിക്ക് പറയാൻ കഴിയും, ഞാൻ വളരെ സമാധാനത്തിലാണ്. ഞാൻ സന്തോഷവതിയാണ്. എനിക്ക് സുരക്ഷിതത്വവും തോന്നുന്നുണ്ട്. ഒപ്പം വളരെ കാലത്തിന് ശേഷം എന്റെ മനസ്സ് ഒരുപാട് ഭാരം കുറഞ്ഞതായും അനുഭവപ്പെടുന്നു. എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിക്കാനോ ഓരോ കാര്യങ്ങളും തുറന്നു പറയാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ചില കാര്യങ്ങൾ തികച്ചും വ്യക്തിപരമാണ്. എനിക്ക് മുന്നോട്ട് പോകണം, സമാധാനത്തോടെ ജീവിക്കണം, അപർണ തോമസ് കുറിച്ചു. വേർപിരിയലിന് പിന്നിലെ കാരണങ്ങൾ വ്യക്തിപരമാണെന്നും തങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണമെന്നും ഇരുവരും അഭ്യർത്ഥിച്ചു. ഇരുവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്നും വേർപിരിഞ്ഞാണ് കഴിയുന്നതെന്നും കുറച്ചുകാലമായി പ്രചരിച്ചിരുന്നുവെങ്കിലും രണ്ടുപേരും ഔദ്യോഗികമായി പ്രതികരിച്ചിരുന്നില്ല. എന്നാൽ പിറന്നാൾ ദിനത്തിൽ തികച്ചും ഒറ്റയ്ക്ക് മുന്നോട്ട് എന്ന് അപർണ കുറിച്ചതും വിവാഹ വാർഷികത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് നൽകിയ മറുപടിയും വേർപിരിയലിന്റെ വ്യക്തമായ സൂചന നൽകിയിരുന്നു. തുടർന്നാണ് ജീവയുടെയും അപർണയുടെയും ഈ തുറന്നു പറച്ചിൽ.